എല്ലാവർക്കും നമസ്കാരം. സമയമില്ല, ദിവസങ്ങളാവാറായി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ജനറൽ സയൻസ് നിന്നും EVS എന്നുള്ള കുറച്ച് TOQ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന പ്രകാരമാണ് EVS ഒക്കെ എടുക്കുന്നത്, റൈറ്റ്? അപ്പൊ നിങ്ങളത് ചോദിക്കുന്നു എന്നുള്ളതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. യെസ്, തുടങ്ങാം. വാട്ട് ഈസ് ദ നോർമൽ pH റേഞ്ച് ഓഫ് സോയിൽ? സോയിൽ, മണ്ണിന്റെ നോർമൽ pH റേഞ്ച് ഏത് ഇതിൽ കിടക്കുന്നു എന്നുള്ളതും ചോദിക്കുന്നത്. അതിന് മുമ്പ് ചോദിച്ചോട്ടെ, സാധാരണ വെള്ളത്തിന്റെ pH എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വെള്ളം, ജലം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണാം. റൈറ്റ്. ഇനി സോയിലിന്റെ വരുമ്പോ ഏതാണ്? 4:5 5:7 7:9 9:10 ഇത് ഏതാണ്? ഇത് സമയം പറയുന്നതൊന്നുമല്ല, pH റേഞ്ച് ആണ്. 5:7 സാധാരണയായിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ മണ്ണിന്റെ pH റേഞ്ച് എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് മോസ്റ്റ് കോമൺ ഇൻ കേരള? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണോ, അലൂവിയൽ ആണോ, ബ്ലാക്ക് സോയിലാണോ, അതായത് നമ്മളെ കറുത്ത മണ്ണ്, റെഡ് സോയിലാണോ, ചുവന്ന മണ്ണാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കണ്ടുവരുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ്, ഈ ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന താരം. റൈറ്റ്. വിച്ച് ബാക്ടീരിയ ഈസ് ബെനിഫിഷ്യൽ ഫോർ സോയിൽ? മണ്ണിന് ഏറ്റവും കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ് ചോദിക്കുന്നത്. ഈക്കോളി ആണോ, റൈസോബിയം ആണോ, സാൽമോണല്ല ആണോ, വൈബ്രിയോ ആണോ? ഇത് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യം, ബാക്കിയെല്ലാം നമുക്ക് അറിയാം അല്ലെ. റൈസോബിയമാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന, മണ്ണിനെ സഹായിക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. വിച്ച് സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ? കൃഷിക്ക്, വെജിറ്റബിൾ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോയിൽ, മണ്ണ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലാറ്ററൈറ്റ്, സാൻഡി, ലോമി, ബ്ലാക്ക്, ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് വെജിറ്റബിൾ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക? ലോമി എന്ന് പറയുന്ന ലോമി മണ്ണാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ കേരള? കേരളത്തിലുള്ള അലൂവിയൽ സോയിലിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉയർന്ന ജലധാരണാശേഷി, കനം കുറഞ്ഞ ഓർഗാനിക് പദാർത്ഥങ്ങൾ, ധാരാളം പോഷകങ്ങൾ, പൂർണ്ണമായ മണ്ണ് നശീകരണം. അതെന്തായാലും വരൂല എന്ന് മനസ്സിലായല്ലോ. അപ്പോ നോക്കാം. ധാരാളം പോഷകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ധാരാളം പോഷകങ്ങളുണ്ട്. അടുത്തത്, ഹൗ ഈസ് സോളിഡ് ഡിസ്ക്രൈബ്ഡ് വെൻ ഇറ്റ്സ് pH ഈസ് ബിറ്റ്വീൻ 6.5 and 7.5? നമ്മൾ നേരത്തെ മണ്ണിന്റെ pH മൂല്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്തതാണ് ചോദിക്കുന്നത്. 6.5-നും 7.5-നുമാണ് മണ്ണിലെ pH മൂല്യമെങ്കിൽ അത് അസിഡിക് ആണോ, ആൽക്കലൈൻ ആണോ, ന്യൂട്രൽ ആണോ, ഉപ്പ് മണ്ണാണോ എന്നാണ് ചോദിക്കുന്നത്. ന്യൂട്രൽ മണ്ണാണ് അത്. മണ്ണിന് pH മൂല്യം 5.5 to 7 ആയിരിക്കാം, പക്ഷെ അത് ന്യൂട്രൽ ആയിട്ടുള്ള കാണപ്പെടുന്ന മണ്ണാണ് ഉള്ളത് 6.5 മുതൽ 7.5 വരെ. വിച്ച് ബ്രാഞ്ച് ഓഫ് സയൻസ് ക്ലാസിഫൈസ് സോയിൽ? സോയിലിനെ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ബയോളജി ആണോ, എക്കോളജി ആണോ, ജിയോളജി ആണോ, പെഡോളജി ആണോ? ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടും. ബാക്കിയുള്ളത് അറിഞ്ഞിട്ടില്ലാലും നമുക്ക് കാര്യം കിട്ടുന്നതാണ്. ഏത്? പെഡോളജി എന്ന് പറയുന്നതാണ് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. വിച്ച് ബാക്ടീരിയ ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ഇൻ പ്ലാന്റ്സ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അസിറ്റോബാക്ടർ ആണോ, ലാക്ടോബാസില്ലസ് ആണോ, സ്റ്റാഫിലോകോക്കസ് ആണോ, മൈക്കോ ബാക്ടീരിയം ആണോ? ഈ മൈക്കോ ബാക്ടീരിയം നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കയറി കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കയറി കാണാൻ പറയുന്നത്. ഓക്കെ, അസറ്റോബാക്ടർ ആണ് നമ്മൾ ഈ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി പ്ലാന്റിനെ അല്ലെങ്കിൽ സസ്യത്തിനെ സഹായിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം ലോക മണ്ണ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? നമ്മളെല്ലാരും പറയാറുണ്ട് ഈ മണ്ണിനെ കൊണ്ടൊരു ഉപയോഗമില്ല എന്ന് പറയാറുണ്ടല്ലേ, കളിയാക്കിയിട്ട്. ഡിസംബർ 5 ജനുവരി 1, ഫെബ്രുവരി 5, മാർച്ച് 5? 3 5 ഉണ്ട്, പിന്നെ ജനുവരി 1 ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ജനുവരി 1 മണ്ണ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതങ്ങോട്ട് വെട്ടിയേക്കുക. ബാക്കി 3 5 ഉണ്ട്. ഇനി ആ 5 എന്ത് ചെയ്യുന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട്, വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദിക്കുന്നത്. 2024 ഓരോ വർഷവും ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ പ്രമേയം, ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കും. ഇതിലേതാണെന്നുള്ളതാണ്. മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. ഇത് ഒറ്റ സെന്റൻസ് ആണ്. ഇത് ഉത്തരം തന്നെയാണ്. ഇതിൽ ഓപ്ഷൻസ് തരാനില്ല. അതുകൊണ്ടാണ്
ലോക മണ്ണ് ദിനത്തിൽ എന്താ പറയുന്നത്? മണ്ണ് പരിപാലിക്കൽ, അത് അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. മണ്ണ് പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇത് തുടങ്ങി വെക്കാൻ പറ്റൂ. 2002 2012 2022 2000 2002 മുതലാണ് ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയ വർഷം. ആര് പറഞ്ഞിട്ട്? ഐക്യരാഷ്ട്ര സഭ പറഞ്ഞിട്ടാണ്. അത് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടു. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആഗോള മണ്ണ് വർഷമായി ആചരിച്ച വർഷം ഏത്? അതൊരു ചോദ്യമാണ്. ഏത് വർഷമാണ് ഇത് ആചരിച്ചത് എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. തുടങ്ങി വെച്ച വർഷം പറഞ്ഞു, തുടങ്ങി വെച്ച ഡേറ്റും പറഞ്ഞു. ഏത് വർഷമാണിത് ആചരിച്ചത് എന്ന് നമുക്ക് അറിയണ്ടേ? ഓക്കെ. 2015 ആണോ, 2022 ആണോ, 2010 ആണോ, 2003 ആണോ? പല പല ഒരു ബന്ധമില്ലാത്ത കുറെ വർഷങ്ങളാണ് തന്നിട്ടുള്ളത്. 2015 മണ്ണ് വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത്. ഓക്കെ. അത് തുടങ്ങി വെച്ചത് 2002 അപ്പൊ അതല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് 2015 എന്നാണ് നമ്മൾ പറയുന്നത്. ജൈവ വസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്ന ഏത് ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് മണ്ണിന് മണം നൽകുന്നത്? ഈ മഴക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ, പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോൾ മണ്ണിലൊരു മണം വരാറില്ലേ? അതിനെക്കുറിച്ചൊക്കെയാ. അപ്പൊ അതേ ബാക്ടീരിയ തന്നെയാണ് ജൈവ വസ്തുക്കളുടെ അഴുകലിനെയും സഹായിക്കുന്നത്. മൈക്കോ ബാക്ടീരിയ, ആക്ടിനോ ബാക്ടീരിയ, മയോ ബാക്ടീരിയ. ഏതാണ്? എളുപ്പമുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ആക്ടിനോ ബാക്ടീരിയ ആണ് ഇതില് മണ്ണിന് മണം നൽകുന്നത്. വിച്ച് ഐ കണ്ടീഷൻ ഈസ് കോസ്ഡ് ബൈ സിവിയർ മലേറിയ? മലേറിയ ഭയങ്കര കൂടുതലായി സിവിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് വരുന്ന അസുഖം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് ആണോ, റെറ്റിനോപ്പതി ആണോ, കാട്രാക്ട് ആണോ? ഈ ബാക്കിയുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഇതിന്റെ ഉത്തരം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബാക്കിയുള്ളത് അറിഞ്ഞാലും മതി. നോക്കാം. റെറ്റിനോപ്പതിയാണ്. കാരണം കാട്രാക്ട് എന്താണ്, കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ബാക്കിയില്ലാത്തത് ഏതാണ്? റെറ്റിനോപ്പതി. അങ്ങനെ വേണമെങ്കിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. അങ്ങനെയും ശ്രമിക്കണം പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട്. വെൻ വിഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഷോർട്ട് ഡിസ്റ്റൻസസ്, വിച്ച് കണ്ടീഷൻ ഈസ് ദിസ് എ സിംറ്റം ഓഫ്? ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏതാണ്? മയോപ്പിയ ആണോ, ഹൈപ്പർമെട്രോപ്പിയ ആണോ, അസ്റ്റിഗ്മാറ്റിസം ആണോ? യുവർ വിഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഷോർട്ട് ഡിസ്റ്റൻസസ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര ഡിസ്റ്റൻസിലേക്ക് കിട്ടുള്ളൂ. മയോപ്പിയാണ് ആ രോഗം. ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ, അതായത് പതിയെ പതിയെയുള്ള വിഷൻ ലോസ് ഡ്യൂ ടു ഫ്ലൂയിഡ് പ്രഷർ ഇൻ ദ ഐ, അതായത് കണ്ണിലെ പ്രഷർ കാരണം, ഫ്ലൂയിഡ് പ്രഷർ കാരണം നിങ്ങളുടെ ഐസിന്റെ വിഷൻ കുറഞ്ഞു കുറഞ്ഞ് പതിയെ പതിയെ വരുന്നത് ഏത് രോഗകാരണത്തിനുള്ളതാണ്? ഗ്ലൂക്കോമയാണോ, യുവൈറ്റിസ് ആണോ, കോർണിയൽ അൾസർ ആണോ? അൾസറൊക്കെ എന്താ? പൾസർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അൾസറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫ്ലൂയിഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിന് വരുന്ന അസുഖമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. വിച്ച് ഐ ഡിസീസ് കോസസ് ഡിസ്കംഫേർട്ട് ഇൻ ബ്രൈറ്റ് ലൈറ്റ്? ബ്രൈറ്റ് ലൈറ്റിൽ നിങ്ങളുടെ ഇത് കൂടുതലായിട്ട് വരുമ്പോൾ ഡിസ്കംഫേർട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഒരു അസുഖമുണ്ട് എന്ന് പറയും. ബ്രൈറ്റ് ലൈറ്റ് എല്ലാവർക്കും ഒന്നും പറ്റില്ല. നിങ്ങൾ ഈ രാത്രി എന്താ പറയാ, കാറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിച്ച് ഐ ഡിസീസ് കോസസ് ഡിസ്കംഫേർട്ട് ഇൻ ബ്രൈറ്റ് ലൈറ്റ്? ഫോട്ടോഫോബിയ, കൺജങ്ക്റ്റിവൈറ്റിസ്, പ്രസ്ബയോപ്പിയ. ഇതിലെ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഏതാണ് ഈ ബ്രൈറ്റ് ലൈറ്റ് എന്ന് വരുമ്പോൾ തന്നെ ഫോട്ടോഫോബിയ ആണ് ഇതിൽ കാണുന്നത്. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പേടി എന്നാണ് അർത്ഥം. പേടി. ഓക്കെ. വിച്ച് ഡിസീസ് കോസസ് കംപ്ലീറ്റ് ഒപ്പാസിറ്റി ഓഫ് ദ കോർണിയ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. കോർണിയയുടെ ഒപ്പാസിറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖം ഏതാണെന്ന് ചോദിക്കുന്നത്. അതിന്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നത് ഏത് അസുഖം കാരണമാണ്? കെറ്റാരിറ്റിസ് ആണോ, കാട്രാക്ട് ആണോ, കോർണിയൽ ഡിസ്ട്രോഫി ആണോ? ഏതാണ് ആ അസുഖം? കോർണിയനെ ബാധിക്കുന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. കോർണിയൽ ഡിസ്ട്രോഫിയാണ് ഈ അസുഖം. കോർണിയേനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഏതെങ്കിലും ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക.
കാണാത്ത വീഡിയോകൾ ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ.